10 വയസ്സുകാരൻ മുഹമ്മദ് ഫഹദിന് ജന്മദിന സമ്മാനമായി മനോഹരമായ വീട്. പൂഞ്ഞാർ എംഎൽഎ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ നേതൃത്വത്തിലുള്ള എംഎൽഎ സർവീസ് ആർമി, കടുവാമൊഴി പാലയംപറമ്പിൽ ഷീബറിനും കുടുംബത്തിനുമായി നിർമ്മിച്ചു നൽകിയ 15ാമത് വീടാണ് കുഞ്ഞ് ഫഹദിനുള്ള ജന്മദിന സമ്മാനമായത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് എൻ ജയരാജ് ഭവനത്തിന്റെ താക്കോൽ കുടുംബത്തിനു കൈമാറി. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. എംഎൽഎ സർവീസ് ആർമി സെക്രട്ടറി PPM നൌഷാദ് സ്വാഗതം പറഞ്ഞു. കടുവാമൊഴി നൂർ മസ്ജിദ് ഇമാം ഹാജി ഇബ്രാഹിം കുട്ടി മൗലവി പ്രാർത്ഥന നടത്തി. എംഎൽഎ സർവീസ് ആർമിയുടെ 6 ലക്ഷവും സ്വന്തമായുള്ള പണവും ചേർത്ത് വിനിയോഗിച്ചാണ് 3 കിടപ്പുമുറികൾ ഉൾപ്പെടെയുള്ള മനോഹരമായ വീടൊരുങ്ങിയത്. കേരള ഹജ്ജ് കമ്മിറ്റി അംഗം മുഹമ്മദ് സക്കീർ, മുനിസിപ്പൽ കൗൺസിലർ ബീമ നാസർ, ഫ്യൂച്ചർ സ്റ്റാർസ് എഡ്യൂക്കേഷൻ പ്രോജക്ട് ഡയറക്ടർ ആൻസി ജോസഫ് എന്നിവർ ആശംസ നേർന്നു. മുനിസിപ്പൽ കൗൺസിലർമാരായ റസ്ന ഹസീർ, ബീമ സജീർ, റാസി KE, എംഎൽഎ സർവീസ് ആർമി പ്രസിഡന്റ് ബിനോയ് ജോർജ് ചാലക്കുഴി, ജനറൽ സെക്രട്ടറി PM സെബാസ്റ്റ്യൻ പുല്ലാട്ട്, ട്രഷറർ ജാൻസ് വയലിക്കുന്നേൽ, ഡേവിസ് പാംബ്ലാനി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എംഎൽഎ സർവീസ് ആർമി വൈസ് പ്രസിഡന്റ് അലൻ അഗസ്റ്റിൻ വാണിയപ്പുര നന്ദി പറഞ്ഞു. ومن شر النفاثات في العقد ومن شر حاسد إذا حسد. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും സദയം മാപ്പ് നൽകണം. അവശേഷിക്കുന്ന ജീവിതം നിനക്ക് പൊരുത്തമായി ജീവിച്ച് പാരത്രിക ജീവിതം ധന്യമാകാൻ നിങ്ങളെ നീ അനുഗ്രഹം നൽകണേ. ഇവിടെ നിർമ്മിക്കപ്പെട്ട ഈ ഭവനം സുമനസ്സുകളുടെ കൈയച്ചുള്ള സബലീകരിക്കുന്നു. ഓരോ പഞ്ചായത്തിലും ഒരു വീട് എന്ന നിലയ്ക്ക് ഏറ്റെടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ഭാഗമായിട്ട് ആ 2ാമത്തെ പ്രോജക്റ്റിലെ ആദ്യത്തെ വീടിന്റെ പൂർത്തീകരണമാണ് ഇന്നിവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. കേരളത്തിലെ വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച്, CSR ഫണ്ട് വർഷങ്ങളായിട്ടുണ്ട്, അത് കൃത്യമായി വാങ്ങി അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ ദൗത്യമാണ് MLAയും അതിന്റെ കീഴിൽ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യമാണ് താമസിക്കാൻ ഇടമില്ലാത്ത, എന്നും വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾക്കുള്ള അതിന്റെ പ്രയാസങ്ങൾ, അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അവർക്കൊരു ഭവനമുണ്ടാവുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം MLA സർവീസ് ആർമി പൂഞ്ഞാറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു 25 ഭവനങ്ങൾ ലക്ഷ്യം വെക്കുകയും 15 ഭവനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എത്ര വലിയ ഒരു സേവനമാണ് അതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കുന്നത്. അതൊരു MLA എന്നുള്ള നിലയിൽ എനിക്ക് ഔദ്യോഗികമായ ചില ചുമതലകളുണ്ട്. അത് പ്രധാനമായും ഈ നാടിന്റെ വികസനമാണ്. മറ്റൊന്ന്, നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് സംസ്ഥാനത്തെ ബാധിക്കുന്ന നിയമനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കുക എന്നുള്ളതും, ഒപ്പം ഈ നാടിന്റെ വികസന ആവശ്യങ്ങൾ നിയമസഭയിലും ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെയും മറ്റു ഉദ്യോഗസ്ഥ മേധാവികളുടെയും എല്ലാം അടുക്കൽ എത്തിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കി. അതെന്റെ ഔദ്യോഗികമായ ചുമതലയാണ്. MLA എന്നുള്ള നിലയിൽ ഔദ്യോഗിക ചുമതലകൾക്കപ്പുറം ഈ നാട്ടിലെ ദുരിതം അനുഭവിക്കുകയും കഷ്ടപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നവരെ സഹായിക്കേണ്ടത് ഒരു MLAയുടെ കടമയാണ്. ഒരു ജനപ്രതിനിധിയുടെ, MLA എന്നല്ല ഏത് ജനപ്രതിനിധിയാണെങ്കിലും ജനപ്രതിനിധിയുടെ കടമയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അതുപോലെ പ്രിയപ്പെട്ട മുഹമ്മദ് സക്കീറോട് സൂചിപ്പിച്ച ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സമൂഹത്തിന്റെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ സ്നേഹവും സാഹോദര്യവും സൗഹാർദ്ദവും ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഏറ്റവും അധികം പ്രവർത്തനം മുന്നിൽ നിന്ന് നടത്തേണ്ടത് ജനപ്രതിനിധികളാണ്. മറ്റു മുമ്പ് പലരും അവിടെ വിദ്വേഷം കലർത്താനും ഭിന്നിപ്പുണ്ടാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകണം. അവിടെ ഏതെങ്കിലും സങ്കുചിത കാഴ്ചപ്പാട് വെച്ച് പുലർത്താൻ പാടില്ല. ഈ 2-3 കാര്യങ്ങൾ മുൻനിർത്തിയാണ് കഴിഞ്ഞ 5 വർഷക്കാലവും പ്രവർത്തിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് MLA സർവീസ് ആർമി എന്ന സന്നദ്ധ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തകരാണ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നിരവധി ആളുകൾ. പ്രധാനപ്പെട്ട ഒന്നാണ് കാരുണ്യ ഭവന പദ്ധതി. ആ ഭവന പദ്ധതിയിൽ ഇതിനോടകം 14 വീടുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഒരു വീട് നിർമ്മിച്ചു. അതുപോലെ കിഡ്നി പേഷ്യന്റായ ഒരു മകനെ ചികിത്സിച്ച് പ്രളയ ദുരിതബാധിതർക്ക് താളുങ്കലിൽ നിർമ്മിച്ച വീടും വളതൂക്കിലും 4 കുട്ടികളാണ്. അവരെല്ലാവരും നല്ല മിടുമിടുക്കികളാണ്. നല്ല എല്ലാവരും ഫുൾ A+. അതുപോലെ പാഠ്യേതര രംഗങ്ങളിൽ അവർ ഫ്യൂച്ചർ സ്റ്റാർസിലുള്ളതാണ്.
അപ്പൊ ഫ്യൂച്ചർ സ്റ്റാർസിലുള്ള കുട്ടികൾ ആൻസി ടീച്ചറും ഒക്കെ വഴി മുസ്ലിം ഗേൾസിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മനസ്സിലാക്കിയപ്പോ ഫ്യൂച്ചർ സ്റ്റാർസ് വഴിയാണ് ഇത് തെരഞ്ഞെടുക്കാൻ. 10 വീടാണ് നമ്മളെടുത്തത്. അതിൽ ഒരു വീട് ഇവിടെ തെരഞ്ഞെടുക്കാനിടയായ കാരണത്തിലേക്കാണ്. ആ മിടുക്കരായ കുട്ടികളാണ്. അതുകൊണ്ട് ആ കുട്ടികളുടെ ഇത് കണ്ടുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടി അവർ താമസിച്ചിരുന്നത്. അപ്പൊ അങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളെയും ഷീബറിനെയും റഷീദായെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നാളത്തെ പരിപാടി പ്രധാനപ്പെട്ടതാണെങ്കിലും എനിക്ക് തോന്നുന്നു പ്രാധാന്യം വെച്ച് നോക്കിയാൽ അതിനേക്കാൾ പ്രാധാന്യമുള്ളത് തീർച്ചയായും ഒരു കുടുംബത്തിന് വീടുണ്ടാക്കി കൊടുക്കാൻ, പ്രത്യേകിച്ച് 3 പെൺകുട്ടികളും ഒരു മകനുമുള്ള ഈ കുടുംബത്തിന് നന്നായി പഠിക്കുന്ന കുട്ടികളും, അപ്പൊ അവർക്കൊരു വലിയ ആശ്വാസം നൽകാൻ കഴിയുക എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഈ MLA-മാരുടെ സാധാരണഗതിയിലുള്ള പ്രവർത്തനം മുഴുവൻ ഈ വികസനങ്ങളിലേക്ക് മാത്രമായി പലപ്പോഴും കേന്ദ്രീകരിക്കും. പക്ഷേ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ഏറെ വ്യത്യസ്തനാകുന്നത് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് മാറി സമൂഹത്തിലെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ MLA ആർമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പല പരിപാടികളിലും പങ്കെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് രോഗാവസ്ഥയുള്ള ആളുകൾ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട്, ഇതുപോലെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, അങ്ങനെ സമസ്ത മേഖലകളിൽ. കാരണം ഒത്തിരിയേറെ സന്തോഷത്തിന്റെ ഈ നിമിഷങ്ങളിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു. ഫ്യൂച്ചർ സ്റ്റാർസ് എഡ്യൂക്കേഷൻ പ്രോജക്റ്റിലൂടെ വന്ന ഒരു കുട്ടി വളരെ ധൈര്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, സ്വാതന്ത്ര്യത്തോടുകൂടി MLA സമീപിക്കുകയും, ഒരു കുട്ടിയല്ല പല കുട്ടികൾ പോയിട്ടുണ്ട്. അത് പലർക്കും സാർ ഓഫർ കൊടുത്തിട്ടുണ്ട്, ചിലർക്കൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട്, ചിലർക്ക് ഓഫർ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷീബറിന്റെയും റാഷിദയുടെയും മോള് ഫാസില ഇവിടെ നിൽപ്പുണ്ട്. മിടുക്കിയായിട്ട് ഫാസിലേക്ക് നീങ്ങി നിൽക്കാം സാറ്, കൈ നോക്കി എല്ലാവരും ഒന്ന് കാണട്ടെ. നല്ല മിടുക്കി കുട്ടിയാണ് അവള്. അവളുടെ ആ ഒരു ഇനീഷ്യേറ്റീവില് അവൾ ഈ ഫ്യൂച്ചർ സ്റ്റാർസിലൂടെ അവൾക്ക് കിട്ടിയ ഒരു ധൈര്യത്തിലൂടെയാണ് അവള് MLA-യോട് നേരിട്ട് ചെന്ന് ചോദിക്കുകയും സാറ് ആ കുട്ടിയുടെ സ്മാർട്ട്നെസ് ഒക്കെ കണ്ടപ്പോൾ അവളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ ഒരു വലിയ ഒരു സമ്മാനം കൊടുക്കാനായിട്ട് തയ്യാറായി എന്നതിൽ ഫ്യൂച്ചർ സ്റ്റാർസ് ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. തീർച്ചയായും MLA ചെയ്ത ഈ പ്രവൃത്തി 100% അർഹതയുള്ളവരുടെ കൈകളിലാണ് എത്തിയിരിക്കുന്നത്. ഈ സഹോദരിയുമായി വ്യക്തിപരമായി നല്ല ബന്ധമുണ്ട്. ഫ്യൂച്ചർ സ്റ്റാർസിന് ഞങ്ങൾക്കും കുറെ കാര്യങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടാനുണ്ട്. ഞങ്ങളുടെ നഗരസഭയെ ഒന്നും കൂടെ കൂടുതൽ ചേർത്ത് പിടിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട MLA സാറ്, പിന്നെ സാറ്, ആൻസി ടീച്ചർ, ജയരാജ് സാർ താക്കോൽദാനമൊക്കെ നടത്തി എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഒരു വട്ടം ചോദിച്ച് അന്ന് തന്നെ സാറ് ഉറപ്പ് തന്നിട്ട് തരാമെന്ന്. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നത്. എന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും വന്നതിൽ സന്തോഷം. കുളത്തിങ്കൽ തുടങ്ങി വെച്ച ആദ്യത്തെ പരിപാടി MLA സർവീസ് ആയിരുന്നു. ഞാൻ ഓർക്കുകയാണ് 2021 കോവിഡിന്റെ സമയത്താണ് ഈ പ്രൊജക്ട് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. അന്ന് സാറ് ഞങ്ങളെപ്പോലുള്ള കുറെ ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നമുക്ക് നമ്മുടെ നാട്ടിൽ ക്രിയാത്മകമായി ചെറുപ്പക്കാരെ കൊണ്ട് നാടിന്റെ സാമൂഹിക സേവന മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കണം എന്ന് പറയുകയും അത്തരത്തിൽ അന്ന് തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ് MLA സർവീസ് ആർമി.